നമസ്കാരം. ഇന്ന് നമുക്ക് അമേരിക്കയിലെ ഒരു അടിപൊളി ട്രിപ്പാണ്. അമേരിക്ക എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു രൂപമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അത് ന്യൂയോർക്കിൻ്റെ അടുത്തുള്ളൊരു ദ്വീപിലാണ്, ഒരു ചെറിയ ദ്വീപിൽ. അവിടെ നമുക്ക് പോവാം. 151 അടിയുള്ള ആയിട്ടുള്ള ആ സ്റ്റാച്യൂയുടെ ഏറ്റവും ടോപ്പിൽ വരെ, അതിൻ്റെ കിരീടം വരെ നമുക്ക് കയറാം. അവിടെ ചെന്ന് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിനു മുമ്പേ നമുക്ക് പോകുന്ന വഴിക്ക് അവിടെ ഇല്ലിസ് ഐലൻഡ് എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അതെന്ന് വെച്ചാൽ അവിടുത്തെ എമിഗ്രേഷൻ, വിദേശികൾ കുടിയേറ്റക്കാരൊക്കെ 1954 വരെ ഈ എമിഗ്രേഷൻ ക്ലിയറൻസിലൂടെയായിരുന്നു അമേരിക്കയിലേക്ക് കുടിയേറ്റക്കാരൊക്കെ വന്നിരുന്നത്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിയത് അവിടേക്കാണ്. അവിടേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, വളരെ യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വിദേശികളോ കുടിയേറ്റത്തിന് വേണ്ടി അന്നത്തെ പായ്ക്കപ്പലിലും കപ്പലിലൊക്കെ വരുമ്പോൾ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ആ ഒരു സിഗ്നൽ കാണുമ്പോൾ അങ്ങനെ കുടിയേറുന്ന അന്നത്തെ ആളുകൾക്ക്, 100 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള ആളുകൾക്ക് വലിയൊരു പ്രതീക്ഷയായിരുന്നു ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അതുപോലെ തന്നെ ഇല്ലിസ് ഐലൻഡും ഒക്കെ. ആ ഒരു 2 ചരിത്ര സംഭവങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം നമുക്കറിയാം, അമേരിക്കയിൽ റെയിൽവേ സിസ്റ്റം വന്നത് വളരെ നമ്മുടെ ഇന്ത്യയിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പാണ്. ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനും അവിടെയുണ്ട്. ഇന്നത് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പോലും നമുക്ക് ആ റെയിൽവേ സ്റ്റേഷനും നമുക്ക് കണ്ടറിയാം. അങ്ങനെ ചരിത്രപരമായി നമുക്ക് അമേരിക്കയുടെ കണ്ടറിയാനും തൊട്ടറിയാനുമുള്ള ഈ ഇന്നത്തെ ഒരു നല്ല യാത്ര, അതെൻ്റെ കൂടെ നിങ്ങളും കൂടെ വരൂ, നമുക്ക് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ അമേരിക്കയുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ചിത്രവും മനസ്സിൽ ഏറ്റിക്കൊണ്ട് അങ്ങോട്ടുള്ള യാത്രയിൽ കാണുന്ന ഓരോ കാഴ്ചകളാണ്. ഒരു പാലം കടന്നു പോവുകയാണ്. പാലം എന്ന് പറയുന്നത് തൂക്കുപാലങ്ങളാണ് അവിടെയുള്ളത്, ഏറെക്കുറെ തൂക്കുപാലങ്ങളാണ്. അങ്ങനെ ഒരു പാലത്തിൻ്റെ കാഴ്ചകളും കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു സൗകര്യമായൊരു പാർക്കിംഗ് കിട്ടണം. ഇവിടെ പാർക്കിങ്ങിന് പെയ്ഡ് പാർക്കിംഗ് ആണെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും. അതുകൊണ്ട് പെയ്ഡ് അല്ലാത്തൊരു പാർക്കിംഗ് പ്ലേസും അന്വേഷിച്ചുകൊണ്ടുള്ള ചെറിയ യാത്ര ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങളേറെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കുമ്പോൾ ഒരുപാട് ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ അടുത്തായിരിക്കും സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് കണക്ക് കൂട്ടി അങ്ങോട്ട് തന്നെ ഞങ്ങളുടെ യാത്രയുടെ ഗതി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങകലെ ന്യൂയോർക്ക് സിറ്റിയുടെ നല്ല കാഴ്ചകൾ ദൂരക്കാഴ്ചയായി കാണാം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏതായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ലക്ഷ്യമാക്കി യാത്രയുടെ ഓരോ വഴിത്തിരിവുകൾ താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അങ്ങകലെ ഒരു അമേരിക്കയുടെ നാഷണൽ ഫ്ലാഗ് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു അടച്ചു പൂട്ടിയ ഒരു വളരെ പഴക്കമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷൻ അമേരിക്കയുടെ തുടക്കത്തിൽ റെയിൽവേ സിസ്റ്റം വരുന്ന തുടക്കത്തിലുള്ള നല്ല ഒരു പേരുകേട്ട റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇത്. അമേരിക്കയിലേക്ക് കുടിയേറ്റത്തിന് വരുന്നവരെ അമേരിക്കയുടെ പല ഭാഗങ്ങളിലേക്കും ട്രെയിൻ യാത്രക്ക് സൗകര്യമൊരുക്കിയ ഒരു റെയിൽവേ സ്റ്റേഷനായിരുന്നു. അതിൻ്റെ ഉൾഭാഗത്ത് തന്നെയാണ് ഇപ്പോഴത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറും. അത് ടിക്കറ്റ് ഞങ്ങൾ കാണിച്ചതിന് ശേഷം ഞങ്ങൾ പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉൾക്കാഴ്ചയാണ് കാണുന്നത്. പുറമേയൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് പ്ലാറ്റ്ഫോമൊക്കെ തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഉള്ളിൽ ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. ഇനി നമ്മളടുത്ത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കയറണമെങ്കിൽ നമുക്ക് ഒരു സെക്യൂരിറ്റി ചെക്കപ്പ് കഴിയണം. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അങ്ങോട്ടുള്ള ബോട്ട് സർവീസിലേക്ക് ക്യൂ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ബോട്ടിൽ കയറിയാൽ നമ്മൾ ആദ്യം എത്തുന്നത് എല്ലിസ് ഐലൻഡിലാണ്. എല്ലിസ് ഐലൻഡിലെ കാഴ്ചകൾ കണ്ട ശേഷം വീണ്ടും ബോട്ടിൽ കയറിയാണ് നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്ക് യാത്ര തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ കയറി നമ്മൾ
ഇല്ലീസ് ഐലൻഡ് ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ്. ഇല്ലീസ് ഐലൻഡ് നമുക്കറിയാം, അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരെ ഉൾക്കൊണ്ട ഇമിഗ്രേഷൻ വർക്കൊക്കെ ചെയ്തൊരു ഓഫീസാണ് എല്ലീസ് ഐലൻഡ് ഉണ്ടായിരുന്നത്. അത് അമേരിക്ക കുടിയേറ്റ രാജ്യമായതുകൊണ്ട് തന്നെ ഈ എല്ലീസ് ഐലൻഡും ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസുമൊക്കെ ഇന്നും അത് ഹിസ്റ്റോറിക്കൽ പ്രാധാന്യമുള്ള ഒരു ബിൽഡിംഗായി തന്നെ ഇന്നും അവർ കണക്കാക്കും. നമസ്കാരം. ഇന്ന് നമ്മൾ ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടി പോവുകയാണ്. പോകുന്ന ഇടയിൽ നമ്മൾ ഇവിടെ എല്ലീസ് ഐലൻഡ്, അമേരിക്കയിലെ കുടിയേറ്റത്തിന് ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച എല്ലീസ് ഐലൻഡിൻ്റെ ബിൽഡിംഗാണ് നമ്മൾ കാണുന്നത്. ഇവിടുത്തെ ഒരു അന്നത്തെ എമിഗ്രേഷൻ ഉപയോഗിച്ചൊരു ബിൽഡിംഗാണ് നമ്മൾ കാണുന്നത്. അത് കണ്ടതിന് ശേഷം നമ്മൾ ഇനി സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വളരെ ചരിത്ര പ്രാധാന്യം വഹിക്കുന്ന സ്റ്റാച്യു ഓഫ് ഫ്രാൻസുകാർ അമേരിക്കയ്ക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്ന സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ദൂരെ നിന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാൻ വേണ്ടി സാധിക്കും. നമുക്ക് അവിടെ ചെന്ന് നേരിട്ട് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കാണുകയും അതിൻ്റെ 354 സ്റ്റെപ്പ് കയറി നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ നമുക്ക് കാണാം. അതിനുള്ള കാഴ്ചകൾക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ. എമിഗ്രേഷൻ സെൻറ്ററിലെ ഉൾക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടിയേറ്റക്കാർക്ക് വേണ്ടി മീറ്റിംഗ് നടത്താനും അതുപോലെ തന്നെ അവർക്ക് റെസ്റ്റ് എടുക്കാനും ഒക്കെ ഉള്ള ഒരു സ്പേസാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അന്ന് ഉപയോഗിച്ച ഫോട്ടോകൾ, അതുപോലെ തന്നെ അന്ന് അവർ കിടക്കാൻ ഉപയോഗിച്ച ബെഡുകളൊക്കെ നമുക്ക് കാണാം. ഇല്ലീസ് ഐലൻഡിലുള്ള എമിഗ്രേഷൻ സെൻറ്റർ ഉൾക്കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. 1892 മുതൽ 1954 വരെയാണ് ഇവിടെ എമിഗ്രേഷൻ കാര്യങ്ങൾ ചെയ്തത്. നമുക്കറിയാം, 17ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ തുടക്കത്തിൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരായി ലക്ഷക്കണക്കിന്, ഏതാണ്ട് 12 മില്യൺ ആളുകൾ അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. ഇവരൊക്കെ തന്നെ ദൂരപ്രദേശത്ത് നിന്നും കപ്പൽ വഴി അല്ലെങ്കിൽ പല രീതിയിലും ഈ അമേരിക്കയിലേക്ക് എത്തി അവർക്ക് ഉള്ള എല്ലാ വർക്കുകളും സൗകര്യങ്ങളും ഒരുക്കിയത് ഈ എമിഗ്രേഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. ഇത്തരം നല്ല ഒരു ചരിത്ര പ്രാധാന്യം അറിയിക്കുന്ന ഒരു ബിൽഡിംഗാണ് ഈ എമിഗ്രേഷൻ സെൻറ്റർ. 1892 ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇത്തരം കാഴ്ചകൾ ഒരുക്കുന്നത് നമ്മുടെ ഈ ചരിത്രപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനും അമേരിക്കയുടെ ചരിത്രം കൂടുതൽ മനസ്സിലാക്കുന്ന ആളുകൾക്ക് കൂടുതൽ ഒരു വ്യക്തത ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇവിടെ വെച്ച് പറയുന്നത്. ഇപ്പോൾ വന്ന ബോട്ടിൽ ഞങ്ങൾ കയറി ഇതിനടുത്ത് നമ്മുടെ ലക്ഷ്യം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയാണ്. അങ്ങോട്ടുള്ള
അങ്ങനെ നമ്മൾ യാത്രക്കിടയിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ അതിമനോഹരമായ കെട്ടിടങ്ങളുടെ ഒരു ഗോപുരങ്ങളുടെ അല്ലെങ്കിൽ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളുടെ ഒരു നിര തന്നെ നമുക്ക് ന്യൂയോർക്ക് സിറ്റിയിൽ കാണാം. ആ കാഴ്ചയും അങ്ങകലെ അന്റാർട്ടിക് നദിയുടെ സമുദ്രത്തിൻ്റെ മനോഹരമായ കാഴ്ചയും അതിനൊക്കെ നൂറ്റാണ്ടുകളുടെ സാക്ഷ്യം വഹിച്ച സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അതിമനോഹരമായ കാഴ്ചയും. ഇപ്പോൾ നമ്മളുള്ളത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുമ്പിലാണ്. വളരെ ഇവിടെ നോക്കുമ്പോൾ വളരെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. നമുക്കൊന്നും മാത്രമല്ല, ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇവിടെ തന്നെ ഈ കടലോരത്ത്, അതായത് ന്യൂയോർക്കിന്റെ ഈ ഒരു കൊച്ചു സ്മോളായിട്ട് ഒരു ചെറിയൊരു ഐലൻഡിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് ഇവിടെ തന്നെ സ്ഥാപിക്കാനുള്ള കാരണം ദൂരത്ത് നിന്ന് വിദേശികളായ കുടിയേറ്റക്കാർ ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് ഇത് അമേരിക്കയാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ലൈറ്റ് ഹൗസ് പോലെയായിരുന്നു അന്ന്. അപ്പൊ ഈ ലൈറ്റ് ഈ ലിബർട്ടി കാണുമ്പോൾ, ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണുമ്പോൾ ആ കുടിയേറ്റക്കാരുടെ മനസ്സിൽ കപ്പലിൽ നിന്ന് മാസങ്ങളോളം എടുത്ത് യൂറോപ്പിന്റെ പല ഭാഗത്തു നിന്നും അമേരിക്കയിലേക്ക് എത്തുന്ന യൂറോപ്യന്മാർക്ക് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഈ കിരീടം കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്ന സമാധാനവും അവരുടെ മനസ്സിലുണ്ടാവുന്ന പ്രതീക്ഷയും അക്കാലത്തും ഇക്കാലത്തും ഇന്നും കുടിയേറ്റക്കാരുടെ ഒരു നാടായിട്ടാണ് അമേരിക്ക അറിയപ്പെടുന്നത്. ഈ വിദേശികളെ സ്വീകരിക്കാനുള്ള ഒരു സ്വീകരണ ലേഡിയാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഈ ലിബർട്ടി അമേരിക്കയുടേത് മാത്രമല്ല, ലോക ജനതയുടെ ഒരു സ്വീകരണ അല്ലെങ്കിൽ വെൽക്കം ലേഡി ആയിട്ട് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പം നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ അടുത്തെത്തി ഇരിക്കുകയാണ്. നമ്മൾ ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ബാക്ക് സൈഡാണ് കാണുന്നത്. ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് പറയുന്നത് ഒരു ഫ്രാൻസിൻ്റെ ദേവത ആ രൂപത്തിലാണ്. ലേഡി ഓഫ് ഫ്രാൻസ് അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പ്രതീകമായിട്ടാണ് അമേരിക്കക്കാരുടെ 100ാം വാർഷികവും സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികമായ 1876 ഇത് സമർപ്പിക്കുന്നത്. ഇത് ഉണ്ടാക്കിയത് ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല. അമേരിക്കയിൽ ആളുകൾ കൂടി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയും ഈ സ്റ്റാച്യു നിർമ്മിക്കാനുള്ള അന്നത്തെ നല്ല വില മതിക്കുന്ന ഒരു എമൗണ്ട് ഫ്രാൻസുകാർ ഒരു പിരിവെടുത്തിട്ടാണ് അവരവിടെ നിന്ന് പിരിവെടുത്ത് സ്വരൂപിച്ച ഒരു എമൗണ്ട് കൊണ്ടാണ് ഫ്രാൻസുകാർ ഈ ഗിഫ്റ്റ് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പ്രതീകമായി അവർ കൊടുത്തൊരു ഗിഫ്റ്റാണ് ഇത്. ഫ്രീഡത്തിൻ്റെ ഒരു പ്രതീകമാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. അതിൻ്റെ ഓരോ കാഴ്ചകളും നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ മുകളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. ഇതിൻ്റെ തറയാണ്. ഇവിടെയാണിത് ഇത്രയും വെയിറ്റുള്ള സ്റ്റാച്യു പണിതുയർത്തിയത്. ഈ ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് അമേരിക്കക്കാരാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഈ സ്റ്റാച്യു ഫുള്ളായിട്ട് ഫ്രാൻസുകാർ കൊടുത്ത ഒരു ഗിഫ്റ്റുമാണ്. അപ്പോൾ നമ്മൾ ഈ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അതിന് മുമ്പിലുള്ള ഒരു കാഴ്ചയാണ്. ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് എല്ലിസ് ഐലൻഡ് കാണാം. അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേൾഡ് ട്രേഡ് സെൻറ്റർ, ന്യൂയോർക്കിൻ്റെ നല്ലൊരു ഭാഗങ്ങളും നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. അതുപോലെ തന്നെ ന്യൂജേഴ്സി എന്ന സ്റ്റേറ്റിൻ്റെ ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ന്യൂയോർക്കിൻ്റെയും ന്യൂജേഴ്സിയുടെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണാൻ പറ്റുന്ന ഒരു ഐലൻഡിലാണ് ഈ സ്റ്റാച്യു അവർ നിർമ്മിച്ചത്. ഇത്ര ഹൈറ്റിൽ പണിതു എന്നുള്ളത്, അതും ഫ്രാൻസിൽ നിന്ന് ഇത് ഇവിടെ എത്തിച്ച് ഒരു 350 പീസുകളായി ഇവിടെ എത്തിച്ചു എന്നത്, കടൽ മാർഗ്ഗം അവർ ഇവിടെ എത്തിച്ചു ഇത് നിർമ്മിച്ചു എന്നുള്ളത് ഇന്നും അതേപോലെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത്രയും കെട്ടുറപ്പോടും അത്രയും സ്ട്രോങ് ആയിട്ട് അത് ബിൽഡ് ചെയ്ത അന്നത്തെ ആ ഒരു കെട്ടുറപ്പും മാത്രമല്ല അതൊരു സമ്മാനമായി കൊടുത്തതാണ്. അപ്പം ഫ്രാൻസും അമേരിക്കക്കാരുമായിട്ടുള്ള അന്നത്തെ ബന്ധം നമ്മൾ ഇതിൽ എടുത്തു കാണിക്കേണ്ടതുണ്ട്. അത്രയും മാനസികമായ ബന്ധം അക്കാലത്തും നിലനിന്നിരുന്നെന്നും ഇത്രയും വലിയൊരു ഗിഫ്റ്റ് ഫ്രാൻസുകാർ അമേരിക്കക്കാർക്ക് കൊടുക്കണമെങ്കിൽ അമേരിക്കക്കാർ എന്തെങ്കിലും ഗിഫ്റ്റ് അങ്ങോട്ടും കൊടുത്തിട്ടുണ്ടാകുമെന്ന് നമുക്കറിയാം. അത്രയും കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ആ കാലഘട്ടത്തിലും അന്നും നിലനിന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന് നമുക്ക് എടുത്തു പറയാൻ വേണ്ടി സാധിക്കും.
It isn't that bad because if you're fast. Guys, group picture. Oh, my legs hurt. ഇപ്പോൾ കാണുന്നത് ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഫൗണ്ടേഷനിൽ ഉറപ്പിച്ച നട്ടും ബോൾട്ടും ആണ് ഇത് ഉറപ്പിച്ചിരിക്കുന്നത്. ആ ഒരു നട്ടും ബോൾട്ടുമാണ് നമ്മൾ കാണുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തത്. ഇപ്പോൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ സ്റ്റെപ്പ് കയറി ഞങ്ങൾ മുന്നോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൻ്റെ സ്ട്രക്ചർ, നമ്മൾ നല്ല സ്റ്റീല് സ്ട്രോങ് ആയിട്ടുള്ള അതിൻ്റെ സ്ട്രക്ചറാണ് കാണുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെപ്പുകളാണ് നമ്മൾ കാണുന്നത്. ആ സ്റ്റെപ്പിലൂടെ ഞങ്ങൾ 354 സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തുന്നത്. ഒരാൾക്ക് സുഖമായി നടന്നു പോകാവുന്ന സൗകര്യത്തിലാണ് സ്റ്റെപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ആരോഗ്യമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കയറി ഇത്രയും സ്റ്റെപ്പ് കയറി മുകളിലെത്താൻ പറ്റുകയുള്ളൂ. ഇപ്പം നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിൽ അതിൻ്റെ കിരീടത്തിൽ എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിൻഡോയിലൂടെയുള്ള കാഴ്ചയാണ്, പുറത്തോട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. And when you're ready, you can step up. When you're ready. ഇപ്പോൾ ഞാനുള്ളത് സ്റ്റാച്യു ഓഫ് ലിബർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. ഏറ്റവും ഹൈറ്റ് കൂടിയ ടോപ്പിൽ കയറി നിൽക്കുകയാണ്. 354 സ്റ്റെപ്പ് കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ഈ സ്റ്റെപ്പ് കയറി ഏറ്റവും ഹൈറ്റ് കൂടിയ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കിരീടത്തിൻ്റെ ആ ലെവലുള്ള ഒരു അത്രയും ഹൈറ്റ് കയറി എത്തി നിൽക്കുകയാണ്. With Comex. സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പിറകു ഭാഗത്ത് ഈ സ്റ്റാച്യുയുടെ ചരിത്രം നമുക്ക് പരിശോധിക്കാനൊരു മ്യൂസിയമുണ്ട്. അവിടേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത് ഒരു ഫോട്ടോ ആണ്. ഈ ഫോട്ടോ ഈ നമ്മളെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഉണ്ടാക്കിയ ഫ്രഞ്ചുകാരൻ്റെയാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ബർത്തോൾഡി എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും 220 വർഷം മുമ്പ് ഇത്രയും നല്ല ഒരു കൺസ്ട്രക്ഷൻ, ഇത്രയും വലിയൊരു സ്റ്റാച്യു ഉണ്ടാക്കാൻ അദ്ദേഹം 20 വർഷത്തോളം എടുത്തു എന്നുള്ള. 20 വർഷം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രതിമ അദ്ദേഹം രൂപപ്പെടുത്തിയെടുത്തത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് ഇത്. ഇപ്പോൾ ഞാനുള്ളത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി മ്യൂസിയത്തിലാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ടോർച്ച് കംപ്ലൈൻ്റ് ആയിരുന്നു. അത് 1986 റീപ്ലേസ് ചെയ്താണ്. അപ്പോൾ കംപ്ലൈൻ്റ് ആയത് ഒറിജിനൽ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്ന ആ ലിബർട്ടിയിലെ ആ പന്തത്തിലുള്ള ആ ടോർച്ചാണ് നമ്മളിവിടെ കാണുന്നത്. കംപ്ലൈൻ്റ് ആയത് മാറ്റി ഇവിടെ ഒരു മ്യൂസിയത്തിൽ ഷോക്ക് വേണ്ടി വെച്ചതാണ്. ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഫേസ് അതേപോലെ തന്നെ അതേ മോൾഡിൽ ഇവിടെ അതേ രൂപത്തിൽ ഈ ഫേസ് ഇവിടെ ഒരു മോഡലായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കോപ്പറിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കണ്ണു നിറയെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കാഴ്ചകൾ കണ്ടതിന് ശേഷം മടങ്ങുകയാണ് മടക്കയാത്രയിലേക്ക്. Shoes.
അങ്ങനെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയോട് വിട പറയുമ്പോൾ ആ പ്രതിമ ഞങ്ങളുടെ യാത്രാ മംഗളങ്ങൾ നേരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാരെ ഏറ്റെടുത്ത സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ആ നന്ദി കാണിക്കാൻ ഞങ്ങളും അവിടെ പോയപ്പോൾ ഞങ്ങൾക്കും ഇതുപോലെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്ന എന്ന ഒരു സാങ്കല്പികമായ ഒരു അഭിവാദ്യം ഏറ്റുവാങ്ങി ഞങ്ങൾ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയോട് വിട പറയുകയാണ്. ഇപ്പോൾ തൊട്ട് മുമ്പിൽ കാണുന്നത് ഒരു കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതിൻ്റെ പിറകിൽ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ പിറകിൽ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ കാഴ്ചയും നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലിബർട്ടി ഐലൻഡാണ്. വളരെ ദൂരെ ലിബർട്ടി ഐലൻഡും അതിന് പിറകെ ന്യൂയോർക്കിലെ കാഴ്ചയുമൊക്കെ ഈ കണ്ണിന് ഒരു കുളിർമയേകിക്കൊണ്ട് ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ യാത്ര ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ന്യൂയോർക്കിലെ രാത്രി കാഴ്ചകൾ കണ്ട് തൽക്കാലം